എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നമുക്ക് കുറേയധികം എക്സാമുകൾ ഉണ്ടായിരുന്നത്. ഓഗസ്റ്റ് 2-3 ഡേറ്റിന് നമുക്ക് ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, റിപ്പോർട്ടർ, പിന്നെ ടൈപ്പിസ്റ്റ് ഇതിൻ്റെയൊക്കെ എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്, ചിലതിൻ്റെത് റാങ്ക് ലിസ്റ്റ് അടക്കം വന്നു കഴിഞ്ഞു, ചിലത് ഇനിയും മെസ്സേജ് വന്നിട്ടേ ഉള്ളൂ, അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് വന്നിട്ടേ ഉള്ളൂ, ചിലതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് വിവരം ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രൊഫൈലിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എൻ്റെ പ്രൊഫൈലാണ്. എൻ്റെ പ്രൊഫൈലിൽ എന്താണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ മൈ ആപ്ലിക്കേഷൻസ് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇതിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി സബ്മിറ്റഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ SC or ST ലിമിറ്റഡ്, അത് പ്രോസസ്സിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് അഡ്മിറ്റഡ് ആണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കേരള ബാങ്ക് സബ്മിറ്റഡ് ആണ്. അതിൻ്റെ ഡിക്റ്റേഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെത് എൻ്റെത് പ്രൊഫൈൽ സബ്മിറ്റഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4 സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിൻസ് ലിമിറ്റഡ്, അത് അഡ്മിറ്റഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ODEPC, അതിൽ ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിസ്പോസ്ഡ് ആണ് കാണിച്ചിട്ടുള്ളത്. KRFEDും ഡിസ്പോസ്ഡ് ആണ്, ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടില്ല. ഓക്കെ, പിന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി പ്രോസസ്സിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ 64/2023 സ്റ്റെനോ ടൈപ്പിസ്റ്റ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് കോർപ്പറേഷൻ നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അഡ്മിറ്റഡ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലൊക്കെ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.